ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ ജർമ്മനി ഇന്ത്യക്കാർക്ക് വിസ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം. അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക H1B വിസയൊക്കെ ഇങ്ങനെ $1,00,000 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജർമ്മനി ഇങ്ങനെ ഒരു കോൾ ഫോർ ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യക്കാർക്ക് ധൈര്യമായിട്ട് ജർമ്മനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ലാംഗ്വേജ് ട്രെയിനിങ് ഒക്കെ അവിടെ തന്നെ കിട്ടും. അതെല്ലാം കൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരുന്നാൽ വളരെ ഉപകാരപ്രദമാണ് ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിലുള്ള ജർമ്മൻ അംബാസഡറാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ലാർസൻ ആൻഡ് ടോബ്രോ LNT എന്ന് പറഞ്ഞ കമ്പനിയും BEL ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയും, ഈ രണ്ട് കമ്പനിയും കൂടെ ചേർന്ന് ടൈഅപ്പ് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ 5th ജനറേഷൻ ലൈറ്റ് കോമ്പാക്ട് ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള പ്രോജക്റ്റിലേക്ക് ഏർപ്പെടുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും താല്പര്യം ഇന്ത്യൻ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. റിട്ടേൺ നോട്ടോട് കൂടിയാണ് ഈ രണ്ട് കമ്പനിയും കൂടി ഇന്ത്യൻ ഗവൺമെന്റിന് ഈ പ്രൊപ്പോസൽ വെച്ചിരിക്കുന്നത്. ഇത് അപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് കമ്പനികളും കൂടി ചേർന്ന് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റിൽ ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഐഡിയ ഫോർജ് ടെക്നോളജി ലിമിറ്റഡ് ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ്. ഈ കമ്പനി അമേരിക്കയിലുള്ള ഒരു കമ്പനിയുമായിട്ട് ചേർന്ന് അമേരിക്കയ്ക്കുള്ളിൽ UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡ്രോൺ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റിലേക്ക് ഏർപ്പെടുകയാണ്. ഫസ്റ്റ് ഫോർജ് ടെക്നോളജി ഇങ്ക് എന്നാണ് അമേരിക്കയിൽ ഈ കമ്പനിയുടെ പേര്. ഫസ്റ്റ് ഫോർജ് ടെക്നോളജി ഇങ്ക്. അപ്പൊ അതായത് ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ഇൻ അമേരിക്ക, ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഇൻ അമേരിക്കൻ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി, അങ്ങനെ ഒരു പുതിയതായിട്ടുള്ള ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഐഡിയ ഫോർജും ഫസ്റ്റ് ഫോർജും കൂടി ചേർന്ന ഒരു ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റ് ആണ് ഇത് കേട്ടോ. ഡൊണാൾഡ് ട്രംപ് യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് പറഞ്ഞു വെച്ചത്. ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റി ഇതുവരെ വന്നില്ല. ഇന്ത്യ സംസാരിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യ സംസാരിക്കുമ്പോഴത്തേക്കും ഇതിന്റെയൊക്കെ മറുപടികൾ കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാം. ശരിക്കും ഇന്ത്യയുടെ സൈഡിൽ നിന്നും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ അഡ്രസ് ചെയ്യും UNGA. ആ സമയത്ത് ഒരു പക്ഷേ ഇതിന്റെ മറുപടി കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് തന്നെ വിട്ടേക്കാം. നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്തായാലും ജയശങ്കർ സംസാരിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്ത്യ ശരിക്കും ഇപ്പൊ നിലവിലെ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള റോൾ വഹിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണെന്നാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ റോള് വളരെ വളരെ സുപ്രധാനമാണെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത്. സെൻ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് AI, അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്ലിമെന്റ് ചെയ്ത ഈ സിമുലേറ്റർ, അതായത് ഈ സിമുലേറ്റർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നേവൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സിമുലേറ്റർ സെൻ ടെക്നോളജീസ് ഇപ്പം റെഡിയാക്കി പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ എന്ന് തന്നെയാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ഒരു ടെക്നോളജി ഇപ്പൊ പുതുതായിട്ട് നമ്മൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സിമുലേറ്ററിനെ ഒരു ടെക്നോളജിക്കൽ മാർവലസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം ഇത് ട്രെയിനിങ് സെഷനിൽ അത്രമാത്രം ഹെൽപ്ഫുൾ ആണെന്നാണ് ടെക്നോളജിസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. ആസ്ട്രോനോട്ട് പ്രശാന്ത് നായർ ശരിക്കും ഗഗൻയാൻ മിഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലാണ്. പുള്ളിക്കാരൻ കണ്ടിന്യൂസ് ട്രെയിനിങ് ആണ്. ഈ പ്രശാന്ത് നായർ ഇപ്പോഴും ഫുള്ളി എൻഗേജ്ഡ് വിത്ത് ഹിസ് ട്രെയിനിങ് പ്രോസസ്. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മൊറോക്കോ ഡെലിഗേഷൻസ് ഇൻട്രസ്റ്റഡ് ടു വിസിറ്റ് ഇന്ത്യ. ഉടനെ തന്നെ വലിയ താമസമില്ലാതെ തന്നെ മൊറോക്കോയിൽ നിന്നും ഒരു ടീം ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും. നേവി സെക്കൻഡ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS ആൻഡ്രോത്ത് വരുന്ന ഒക്ടോബർ 6-ാം തീയതി കമ്മീഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത് ഡോക്ക് ചെയ്തിരിക്കുന്നത് വിശാഖപട്ടണം നേവൽ ഡോക്യാർഡിലാണ് ഇത് ഡോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് തന്നെ ആയിരിക്കും ഇനോഗ്രേഷൻ, ഒക്ടോബർ 6-ാം തീയതി ഫ്രം വിശാഖപട്ടണം. ജോർദാൻ ശരിക്കും ഇന്ത്യക്കാരെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ഇന്ത്യക്കാരെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ AI, റിന്യൂവബിൾ എനർജി, ഗ്രീൻ എനർജി, ഫാർമസ്യൂട്ടിക്കൽ, ഈ മേഖലകളിലൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ജോർദാൻ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ജോർദാൻ അംബാസഡർ ആയിട്ടുള്ള അബ്ദുൽ ഗാനിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. UNGA സൈഡ് ലൈനിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പല ലോക നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ വലിയ രീതിയിൽ ലിസ്റ്റ് തന്നെ എടുക്കേണ്ടി വരും. ജസ്റ്റ് ഇപ്പോൾ ഓൺലൈൻ ന്യൂസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. 200 CSR 338 സ്നൈപ്പർ റൈഫിൾ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ CRPFന് വേണ്ടിയിട്ടാണ്. CRPFന് വേണ്ടിയിട്ട് 200 എണ്ണം ഐകോം കറാക്കൽ എന്ന് പറഞ്ഞ സപ്ലയർ, ആ ഒരു കമ്പനിയാണ് ഈ ഒരു റൈഫിൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. CRPFന് വേണ്ടിയിട്ടാണ് ഈ ഒരു 338 സ്നൈപ്പർ റൈഫിൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നത്. ഐകോം ടെലി ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ്. ഇന്ത്യയുടെ പ്രൈവറ്റ് ഡിഫൻസ് ഫേം
നിശ്ചിത തോതിലുള്ള ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16 മുതൽ 18% കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, റവന്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈവറ്റ് ഫേമുകളുടെ കാര്യമാണ് പറയുന്നത്. പ്രൈവറ്റ് ഫേം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോകളിലൊക്കെ പറയുന്ന ഈ പ്രൈവറ്റ് കമ്പനികളുടെ പേരൊക്കെ അതിനകത്ത് പെടും കേട്ടോ. ഇവരെല്ലാം ആ ഒരു അക്കൗണ്ടബിലിറ്റിയിൽ വരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഐകോം ടെൽ ലിമിറ്റഡ് വരെ ഈ പ്രൈവറ്റ് ഫേമിന്റെ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. സ്ക്വാഡ് എന്ന് പറഞ്ഞ കമ്പനി, സ്ക്വാഡ് ഫോർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഈ കമ്പനി എയർക്രാഫ്റ്റുകളുടെ ടയർ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ക്വാഡ് ഫോർ ഇൻ ഇന്ത്യ ബെലഗാവി കർണാടകയിലുള്ള ഇവരുടെ യൂണിറ്റിൽ 25,000 എയർക്രാഫ്റ്റ് ടയറുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു ട്രാവൽ തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടയർ നിർമ്മാണത്തിൽ നമ്പർ 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സ്ക്വാഡ് ഫോർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കമ്പനി. അപ്പൊ ഇതൊരു ജോയിന്റ് വെഞ്ചറിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഫ്രാൻസ് ടെക്നോളജിയാണ് നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. AQS ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയും ആബർട്ടൺ ഡുവൽ എന്ന് പറഞ്ഞ കമ്പനിയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ജോയിന്റ് വെഞ്ചർ പ്രോജക്ട് ഇന്ത്യക്ക് തന്നിരിക്കുന്നത്. അതായത് ഈ വാർത്തകളൊക്കെ നമ്മളിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഈ രാജ്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു രാജ്യമായിട്ട് നാളെ എന്തെങ്കിലുമൊക്കെ ഡിപ്ലോമാറ്റിക്കൽ ഇഷ്യൂ വരുമ്പോഴത്തേക്കും നമ്മൾ ഏതൊക്കെ വിഷയങ്ങളിൽ നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പറയുന്നത്. കാരണം അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഓരോ രാജ്യങ്ങളുടെ പേര്, ഈ കമ്പനികളുടെ ഇൻവോൾവ്മെന്റ്, അവര് ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല, ഇന്ത്യക്കുള്ളിൽ അവര് നടത്തുന്ന സ്ഥാപനങ്ങൾ, ഇതൊക്കെ പറയുന്നതിന്റെ റീസൺ തന്നെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടിയിട്ടാണ്. NIA ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരുടെ പേരിലാണ്? പന്നൂന്റെ പേരിൽ ഒരു കേസ്. പന്നൂൻ അറിയാലോ, ഖാലിസ്ഥാനി. എന്തിനാണെന്ന് പറഞ്ഞാല് ഓഗസ്റ്റ് 15 പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്താൻ പാടില്ല എന്നുള്ള തരത്തിൽ, അതായത് ഒരു ഭീഷണി, പുള്ളിക്കാരൻ എപ്പോഴും ഭീഷണികളാണ് ഉയർത്തുന്നത്. ഞാൻ ഇതേപോലെ എയർ ഇന്ത്യയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അതേപോലെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ കൊളവാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരു പ്രീ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഇതേപോലത്തെ ഒരു ഫേക്ക് നറേറ്റീവ് സൃഷ്ടിച്ചിട്ട്, അതായത് സിഖ് സോൾജർ ത്രൂ ഞാൻ പ്രൈം മിനിസ്റ്ററിനെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഫ്ലാഗ് ഉയർത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു കോൾ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ സ്വയമേ പ്രഖ്യാപിച്ചതാണ്, ഒരു അനൗൺസ്മെന്റ് പുറത്തുവിട്ടതാണ്. അപ്പൊ അതിനെതിരെയാണ് കേസ്. ഇനിയിപ്പോ ഈ യഥാർത്ഥത്തിൽ ഈ സോൾജറിനെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ തെളിവെടുപ്പും കാര്യങ്ങളുമായിട്ടാണ് ഇപ്പം NIA മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സോൾജർ ഉണ്ടോ, പന്നുവുമായിട്ട് കോണ്ടാക്റ്റിലുള്ള സിഖ് സോൾജർ ഉണ്ടോ എന്നുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പം കേസ് പന്നുവിന്റെ മേളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.